തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം അംഗീകരിക്കാൻ പ്രയാസമുള്ള കുടുംബങ്ങളുണ്ട്. അങ്ങനെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹിതരായാൽ അത് വലിയ ദുരഭിമാനമാണ് പലർക്കും. തമിഴ്നാട് ഈറോഡിൽ നവവധുവിനെ കാറിൽ കടത്തിക്കൊണ്ടുപോയ ഒരു സംഭവത്തിലേക്കാണ് 21കാരി മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സഹോദരിയടക്കം 5 പേർ പോലീസിന്റെ പിടിയിലായി. അന്തിയൂർ മുത്തരസൻകുട്ടിയിൽ താമസിക്കുന്ന സേതുരാജും മഹാലക്ഷ്മിയും വീട്ടുകാരുടെ സമ്മതമില്ലാതെ അടുത്തിടെ പെരുന്തുറയിലെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായിരുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടെയായിരുന്നു വിവാഹം. ഇരുവരും പെരുന്തുറയിൽ വാടക വീട്ടിലായിരുന്നു താമസം. ഇതിനിടെയാണ് മഹാലക്ഷ്മിയെ കാറിലെത്തി തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ മഹാലക്ഷ്മിയുടെ സഹോദരി കൗസല്യ, ഇവരുടെ ഭർത്താവ് സന്തോഷ്, സുഹൃത്തുക്കളായ സാദിഖ്, ലോകേശ്വരൻ, ധനപാൽ എന്നിവരാണ് പെരുന്തറൈ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം കൗസല്യയും മറ്റു 4 പേരും ചേർന്ന് പെരുന്തുറൈ ബസ് സ്റ്റാൻഡിലേക്ക് മഹാലക്ഷ്മിയെ വിളിച്ചു വരുത്തിയിരുന്നു. മഹാലക്ഷ്മിയും സേതുരാജും ഒരുമിച്ചാണെത്തിയത്. സംസാരിക്കുന്നതിനിടെ മഹാലക്ഷ്മിയെ ബലമായി ഇവർ വന്ന കാറിൽ കയറ്റി കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സേതുരാജാണ് പെരുന്തുറൈ പോലീസിൽ പരാതി നൽകിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ മഹാലക്ഷ്മി സത്യമംഗലത്തുള്ള ലോകേശ്വരന്റെ വീട്ടിലുള്ളതായി വിവരം കിട്ടി. തുടർന്ന് പോലീസ് എത്തിയാണ് പ്രതികളെ പിടികൂടിയത്. യുവതിയെ മോചിപ്പിച്ച് ഭർത്താവിനൊപ്പം വിട്ടയച്ചു. ന്യൂസ് 18 ചെന്നൈ.